മക്ബറിന്റെ ചുറ്റുഭാഗവും ഇന്നത്തെ ജാളി കട്ടിങ് ഉണ്ട്. നമ്മളെ ഇവരെ കാലത്തുള്ള ടെക്നോളജിയാണ് ഏറ്റവും ടോപ്പ് ടെക്നോളജി. ഇംഗ്ലീഷുകാരനെ ഞങ്ങളെ കൂടെയുള്ള 3 ആളെ കാണാനില്ല. ബിസ്കിറ്റിന്റെ കാര്യം മരിച്ചു പോകലല്ലേ. ഞങ്ങളെ പരിപാടി എന്താ വെച്ചാല് താജ്മഹൽ കാണാൻ പോട്ടോ. രാവിലെ സമയം 7:30 അഹമ്മദ് ഭായ് റെഡിയാക്കി തന്ന റൂമാട്ടത്. ഹോട്ടൽ പ്രകാശ്. നമ്മളെ വണ്ടി തന്നെ രാവിലെ ഇറങ്ങിയപ്പോ തന്നെ എന്താ കാണണേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ബൈക്ക്, ഇങ്ങനെ ഓട്ടോറിക്ഷ. നായികാരൊക്കെ കല്ലൊക്കെ വെച്ചിട്ടാ. ഭയങ്കര തണുപ്പാട്ടോ, സഹിച്ചാൻ പറ്റണില്ല. ഗ്ലൗസ് നിർബന്ധ. നമുക്ക് ഗ്ലൗസ് വാങ്ങണ്ടേ? ഗ്ലൗസ് വേണം. ചാടിച്ചാ പോന്ന് പറഞ്ഞേ. രാവിലെ തന്നെ നമുക്ക് ചാടിക്കാം. കഴിഞ്ഞോ? എന്താ ചങ്ങായി അഹമ്മദ് ഭായിന്റെ വക ചായ അല്ലേ? അഹമ്മദ് ഭായിന്റെ വക ചായ അല്ലേ? നല്ല ചായ, നല്ല ചായ അല്ലേ? വക ചങ്ങായി നമുക്ക് ഒരു 100 രൂപയ്ക്ക് വളർത്തിക്കോലിയ 50 രൂപ ചായ കണക്ക് പറയല്ലേ ചങ്ങായി. 2 ആൾക്കാർ നാട്ടിൽ നിന്ന് വരുമ്പോ വാങ്ങിക്കണ്ട. ബിസ്കിറ്റിന്റെ കാര്യം മരിച്ചു പോകലല്ലേ. ചായ 5 ഇത് മറ്റേ ചട്ടിച്ചായടാ. ഇവിടെ ചട്ടിച്ചായണത് നമ്മുടെ നാട്ടിൽ യൂസിന്റെ കടയിൽ തുടങ്ങിയതാണ്. ചട്ടിച്ചായ, ബിസ്ക്കറ്റ്, കേക്ക്, റസ്ക്, പല ഐറ്റംസ് ഉണ്ടല്ലോ. ആഫ്രിക്കൻ ബിസ്ക്കറ്റ്. ചായ പോലെ തിരക്കില്ല. താജ്മഹലല്ലേ? ബിസ്ക്കറ്റ് വേണോ? നമുക്ക് ഒന്നും വേണ്ട. ബിസ്ക്കറ്റ് രാവിലെ തന്നെ കുറച്ചൊരു വൃത്തിയുള്ള വണ്ടി അഹമ്മദ് ഭായിന്റെ. അഹമ്മദ് ഭായിന്റെ നമ്പർ ഇതുണ്ടോ? വണ്ടി നമ്പർ കണ്ടാ കൊടുത്താണ്ടി. UP They are blocking the road. That is why police chuda. No line wise, no anything. 2 customer of 5 vandi, and then what's happened? Bole jangai. ഇയാളെ വണ്ടിയിലാണ് ആട്ടം കൂടുതലാ. അങ്ങനെ ഞങ്ങൾ താജ്മഹലിന്റെ ഏകദേശം അടുത്തെത്താനായി. ഞങ്ങളെ ഒരു ഭാഗം മതിലാണ്, വലത് ഭാഗം മതിലും ഇടത് ഭാഗം ഒരു പള്ളിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ പള്ളിയൊക്കെ കണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പം ഇടത് ഭാഗത്തേക്ക് ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിന് നേരെ ഒരു 30 മീറ്റർ പോയാൽ വലത് ഭാഗത്ത് ഒരു 3-4 സ്റ്റെപ്പ് കാണും. ഈ സ്റ്റെപ്പാണ് കയറി കഴിഞ്ഞാൽ താജ്മഹലിലേക്കുള്ള ചെക്കിങ്, ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഒരുപാട് വിദേശികളുണ്ട്, പല ആളുകളുണ്ട്, ഫോട്ടോ എടുക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ചെക്കിങ്ങിന്റെ ഇടയിൽ ഞങ്ങളെ ബാഗിലുള്ള ഒരു ബിസ്ക്കറ്റ് പാക്ക് അവരെടുത്ത് വെച്ചു. എന്താണെന്ന് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങളെ ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയപ്പം ഞങ്ങൾ 2 ഭാഗവും അവിടെ കണ്ട പള്ളിന്റെ പോലെ 2 ഭാഗങ്ങൾ ഇടം വലും ഉണ്ട്. അതും കഴിഞ്ഞ് മുന്നോട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പോയി നടന്നു പോകുമ്പോൾ അതിന്റെ അപ്പുറമൊക്കെ നമുക്ക് പുൽമേടുകൾ കാണാൻ പറ്റും. കുറച്ചും കൂടെ നടന്നു പോയാൽ ഇടത് ഭാഗത്താണ് ഈ താജ്മഹലിനുള്ള എൻട്രൻസ് കാണാൻ പറ്റുക. എൻട്രൻസിന്റെ മുന്നിലാണ്ടെത്തിയപ്പം ആ കവാടം തന്നെ കാണാൻ ഭയങ്കര രസം. എന്താ രസം! നമുക്കൊരു എനർജി, എക്സ്ട്രാ എനർജി ഫീൽ ചെയ്യണ പോലെ. മുംതാസ് മരിച്ചപ്പോഴേ മുംതാസിന്റെ ഓർമ്മക്കായിട്ടാണ് ഈ താജ്മഹൽ പണിത്. ഇതെല്ലാവർക്കും അറിയാം, എന്നാ ഞാനൊന്ന് പറഞ്ഞോളൂ. അങ്ങനെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് നമുക്ക് താജ്മഹൽ ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഈ കവാടത്തിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറിയപ്പോഴേ ആ താജ്മഹലിലെ കാഴ്ച മങ്ങി. എങ്ങനെ? ക്യാമറയിലാണ് മങ്ങിയത്, നമ്മുടെ കൺകാഴ്ചയിൽ മങ്ങിയിട്ടില്ല. അങ്ങനെ ക്യാമറയ്ക്ക് നോക്കുമ്പോൾ താജ്മഹൽ കാണില്ല, അതൊരു മേഘങ്ങൾ കൊണ്ട് മൂടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി കവാടം കഴിഞ്ഞ് നമ്മുടെ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. താജ്മഹൽ എന്ന സ്വപ്നം, കാണാ കാഴ്ചകളായ താജ്മഹൽ ഞങ്ങൾ അന്ന് അവിടെ കണ്ടിരിക്കണം. ഒരു സ്വപ്നം പോവാണിട്ടാവും. താജ്മഹലിന്റെ എൻട്രൻസ് കഴിഞ്ഞപ്പം തന്നെ ഒരുപാട് ചെടികൾ ഇങ്ങനെ 2 ലൈനാക്കി വെച്ച് നമ്മൾ കാണട്ടെ. നല്ല രസമുണ്ട് സംഭവം. എന്റെ വലിയൊരു ഡ്രീം ആട്ടോ പോണിഞ്ഞത്. പോനെ രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ താജ്മഹൽ. ഏതാ സാധനം നോക്കി
ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കാണേണ്ട സ്ഥലമാണ്. ആഗ്രയിലെ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. താജ്മഹലിൽ തൊട്ടടുത്ത് ഇവിടെ ഒരു സ്റ്റേജ് പോലുണ്ട്. ഈ സ്റ്റേജിൽ കുറേ ആളുകൾ നിൽക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും സ്റ്റേജ് ആണ്. അതിനുള്ളിൽ എന്തോണ്ട് കാണിച്ചു തരാം. അതാണ് താജ്മഹലിൻ്റെ ഗേറ്റ്. ഉള്ളിലേക്ക് കയറി ഇങ്ങനെ വന്നാൽ ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്. ഇംഗ്ലീഷുകാരനെ പൈപ്പിച്ച് ഫോട്ടോഷൂട്ട് കൊണ്ട് ഒരു തല്ല മോനെ. ഈ ഒരു ഏരിയ എന്നുള്ളത് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഏരിയ കേട്ടോ. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ ഉണ്ട്. ഇവിടെ ഇരുന്ന് കണ്ട് ചെയ്യാൻ പറ്റും. അതേമാതിരി അവിടെ ഉണ്ട്. ഇതൊരു സ്വിമ്മിംഗ് പൂളിന് മാതിരി ഒരു സംഭവമാണ് തോന്നുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. ഒരു 4 പില്ലർ പോലെ ഒരു മുനാരം പോലെ സംഗതികൾ കിട്ടാം. ടൂറാ നമ്മളിപ്പോ അണ്ടർ 20, 21, 22, 28 അത്ര ഉണ്ടോ ചാടിയൊക്കെ വന്നു. മലയാളം പറയില്ലേ? വിദേശികൾ ഒരുപാട് കേട്ടോ. തുർക്കി, എല്ലാ രാജ്യത്തുനിന്നും ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് നമ്മൾ പോലെ വല്ല ബുദ്ധിമുട്ടൊക്കില്ല. മലയാളികൾ ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കുന്നു. ഓരോ ജാതി വണ്ടി പൊടിയും. പൊന്നോ, ഞങ്ങളെ കൂടെയുള്ള 3 ആളെ കാണാനില്ല. 2 ആൾ സേഫാണ്, ഒരാൾ മിസ്സിംഗ് ആണ്. 3 ആൾ മിസ്സിംഗ് ആണ്. ചുണ്ടൊക്കെ ഒരു കഥയൊക്കെ ഉണ്ടോ? താജ്മഹലിൻ്റെ ചുറ്റുഭാഗങ്ങൾ എല്ലാ സ്ഥലവും ഞങ്ങൾ കണ്ട് ഫോട്ടോ എടുത്തൊക്കെ കഴിഞ്ഞ ശേഷം ഇനി മ്യൂസിയത്തേക്കാണ് പോകുന്നത്. 250 റുപ്യ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 50 റുപ്യാണ് ഇവിടെ, 200 റുപ്യ മ്യൂസിയത്തേക്കാണ്. അങ്ങനെ 200 റുപ്യാണ് മ്യൂസിയത്തേക്ക്. എനിക്കിങ്ങനെ സംശയം, മ്യൂസിയത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ മ്യൂസിയം താജ്മഹലല്ല. ശരിക്കും അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മ്യൂസിയം എന്നുള്ളത് താജ്മഹലാണ്. ഞാൻ വിചാരിച്ച ഈ ചുവപ്പ് കോട്ട ഉണ്ടല്ലോ, ഈ ചുവപ്പ് കോട്ടയാണ് മ്യൂസിയം വെച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ നടന്നു. അവിടുത്തെ എപ്പോഴാണ് ഒരു പറഞ്ഞു ഇതല്ല മ്യൂസിയം, മ്യൂസിയം എന്ന് പറഞ്ഞാൽ താജ്മഹലാണ് പറഞ്ഞു. അങ്ങനെ ആ താജ്മഹൽ കയറാൻ വേണ്ടി ഇങ്ങനെ പബ്ലിക് സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങളെ ഷൂമൽ നിങ്ങൾ കവർ ഇടണം, കവർ ഇടാതെ പോകാൻ പറ്റൂല പറഞ്ഞു. അപ്പോൾ കവർ ഇവിടെ കിട്ടുക വെച്ച് അങ്ങനെ ആണ്ട് ചൂണ്ടി കാട്ടി ആ ചോപ്പ് ബിൽഡിംഗ് ഇല്ല അങ്ങോട്ട് കാട്ടി തന്നെ. താജ്മഹലിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നമ്മള് ഷൂക്കൊരു കവർ ഇടണം. ഇത് മറ്റേ ബലും നടക്കണ മാതിരി ഉണ്ടല്ലോ. ഫോട്ടോ വെറൈറ്റി ആവും, ഭയങ്കര വെയിൽ, അതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഇടുന്നത്. അല്ലാതെ ശ്രദ്ധിക്കൂ, കാലിന് ശ്രദ്ധിക്കാൻ തണുപ്പൊക്കെ പോയിട്ടാ. തണുപ്പൊക്കെ എവിടെയോ പോയി അറിയില്ല. ആരാറിയും ഇവിടെ വലിയ തണുപ്പൊന്നെ. രാവിലെ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഡൽഹിയിൽ 9, ഇവിടെ 8 രാവിലെ. മോനെ ആ ടിക്കറ്റുള്ള ആള് മുന്നിലേക്ക്. താജ്മഹലിൽ അകത്ത് കയറണമെങ്കിൽ ഇതിലൂടെ പോകണം. സ്കാൻ ആവണില്ലേ? 5 താങ്ക് യു. ടിക്കറ്റ് ഓക്കെ. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കില്ല. ഇവിടെ ബോൾ ഉണ്ടെന്നാണ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇതാണല്ലോ ഈ ക്യാമറ എടുത്ത് വെക്കുമെന്ന് സംശയമുണ്ട്. ഒരാളെ ഓർമ്മക്കും വേണ്ടി നോക്കി ഞാൻ ഉണ്ടാക്കിയത്. പൊന്നു മോനെ, താജ്മഹലിന്റെ തൊട്ടടുത്ത് ഫുൾ ഫോട്ടോഷൂട്ട്. താജ്മഹലിന്റെ തൊട്ട് മുമ്പിൽ എന്നോ വരണ സംഭവം. കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നവിടെ ഗൈഡ് ഓരോന്ന് മദാമകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഇതാണ്. നമുക്കിനി ആരും പറഞ്ഞറിയാത്തതുകൊണ്ട് നമ്മൾ തന്നെ പറയണം ഇത് മാർബിളാണ്. മാർബിൾ കട്ട് ചെയ്ത് ഡിസൈനാക്കി. അന്നത്തെ പണിക്കാരൊക്കെ കരുവിയത് എന്തേക്കാരും. ടെക്നോളജി അന്നത്തെ വലുത്, ഇന്നത്തെ ടെക്നോളജി വലുതല്ല. ഇവിടുത്തെ കട്ടിങ്ങും കാര്യങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഒക്കെ കൊത്തുപണി കേട്ടോ. ഇന്നത്തെ ടെക്നോളജി ഒന്നുമില്ല. ഇവരെ കാലത്തുള്ള ടെക്നോളജിയാണ് ഏറ്റവും ടോപ്പ് ടെക്നോളജി. അതിൻ്റെ 3 ഭാഗത്തുണ്ട്. ഇതാ കണ്ടതില്ല. എങ്ങനെ ഇന്നത്തെ കാലത്ത് ഇതേമാതിരി മാർബിളാക്കാൻ കഴിയുക? എനിക്ക് തോന്നുന്നില്ല ഇത് കഴിയുന്നു. ഈ റൗണ്ടൊക്കെ ഓരോ പീസാണ്. അതേപോലെ ഫുള്ള് മാർബിള്, എല്ലായിടത്തും മാർബിള്. പെയിന്റ് അടിക്കണ്ട. താജ്മഹൽ പെയിന്റ് അടിക്കണ്ടെന്ന് ആദ്യമേ ദീർഘവീക്ഷണം നടത്തിയിട്ടുണ്ടാവും. അതായിരിക്കും. അല്ലാതെ പതേ മാർബിളിൻ്റെ ഒരു ഉണ്ട ഡിസൈൻ ചെയ്ത പോലെയാണ് ഇതൊക്കെ. ഒറ്റ പീസുമേൽ മരത്തിൽ പണിയെടുക്കണ പോലെ തന്നെ ഇത് പണിയെടുത്തേക്കാണ്. ഇവിടെ വലിയൊരു ഫില്ലറ്. അത് എത്ര അടി ഉണ്ടാവും അറിയാം? അടി പറയാൻ പറ്റൂല. ഈ ഒരു മാർബിൾ പീസ് റൗണ്ട്
ലോകാത്ഭുതങ്ങളിലൊന്നായ ഈ താജ്മഹലിനെ കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ ഒരു വാക്ക് പറഞ്ഞു. കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി. 22 വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ വെണ്ണക്കൽ കൊട്ടാരത്തിന്റെ അകത്തേക്ക് ക്യാമറ പ്രവേശനമില്ല. അപ്പൊ ഇനി നമുക്ക് നടന്ന് നീങ്ങി കാണാം. ഇത് താജ്മഹൽ എക്സിറ്റ് ആണ്, എക്സിറ്റ് വാതിൽ. താജ്മഹലിന്റെ ഉള്ളിൽ കയറി ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. ഉള്ളിലേക്കാണ് കയറിയാലേ നമുക്ക് ഫോട്ടോസും എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒന്നും പറ്റൂല. കയറിയപ്പം തന്നെ 2 മക്ബറ കാണാം. ഒന്ന് മുംതാസിന്റെ, ഒന്ന് ഷാജഹാന്റെ, എല്ലാവർക്കും അറിഞ്ഞാണ്. അങ്ങനെ കയറി ഉള്ളിൽ ഇങ്ങനെ പോയി എല്ലാം മാർബിള്. നമ്മൾ വാതിൽക്കട്ടിലുണ്ടാവില്ലേ, വാതിൽക്കട്ടിലൊക്കെ മാർബിളായിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഫുള്ള് മാർബിള് എങ്ങനെ നോക്കിയാലും. പിന്നെ ഈ മക്ബറിന്റെ ചുറ്റുഭാഗവും ഇന്നത്തെ ജാളി കട്ടിങ് ഉണ്ട്, നമ്മളെ മൾട്ടിവുഡ് ആയിട്ട് ജാളി കട്ടിങ് ആയി. അതേപോലെ അന്ന് ജാളി കട്ടിങ് ചെയ്തത് ഈ മാർബിൾ ആയിട്ടാണ്. വലിയൊരു സംഭവമാണ് അത്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയാൻ തന്നെ വലിയൊരു സംഭവം. അവൻ ജാളി റൗണ്ടിലേക്കാണ് കാണുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, ചെക്കന്മാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോയിലില്ല, കഥ കഴിഞ്ഞ്. 10,000-കണക്കിന് തൊഴിലാളികളാൽ നിർമ്മിക്കപ്പെട്ട ഈ വെണ്ണക്കൽ കൊട്ടാരത്തോട് ഞങ്ങൾ വിട പറയുകയാണ്. ഗുഡ് ബൈ താജ്മഹൽ. ഇവിടെ വേറൊരു സംഗതിയും കൂടി ഉണ്ട് കേട്ടോ, അത് ഇപ്പോഴാണ് കണ്ടത്. താജ്മഹലിന് പുറത്തിറങ്ങിയാലേ നമുക്ക് കാണുന്നൊരു സംഗതി ഉണ്ട് ഇവിടെ. ഇതാണ് യമുന നദി. ബാക്ക് ഭാഗമാണെന്ന് തോന്നുന്നു. താജ്മഹലിന്റെ ബാക്കോ സൈഡോ എന്തോ ആണ്. സൈഡിൽ യമുന നദിയിൽ, ഇതാണ് യമുന നദി. യമുന നദി കുറച്ച് വെള്ളം കുറവാ അല്ലേ, നമ്മളെ കാണട്ടെ. അപ്പോൾ താജ്മഹലിന് പുറത്ത് പോകട്ടോ. Where are you from? French people. താജ്മഹൽ ഫുള്ള് കണ്ട് ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോകണം.